അപൂർണ ഭൂതകാൽ. അപൂർണ ഭൂതകാലത്തിൻ്റെ പ്രവൃത്തി ഭൂതകാലത്തിൽ നടന്നിരുന്നു എന്ന് സൂചന ലഭിക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായും കാണിക്കുന്നില്ല. അപൂർണ ഭൂതകാലത്തിൽ ക്രിയ എപ്പോഴും കർത്താവിൻ്റെ ലിംഗവചനങ്ങൾക്കനുസരിച്ചാണ് മാറുന്നത്. ഇതിൽ നേയുടെ പ്രയോഗം ഇല്ല. കർത്താവ് പുല്ലിംഗ ഏകവചനമായിരിക്കുമ്പോൾ ക്രിയാധാതുവിൻ്റെ കൂടെ തായും, പുല്ലിംഗം ബഹുവചനമായിരിക്കുമ്പോൾ തേയും, സ്ത്രീലിംഗം ഏകവചനമായിരിക്കുമ്പോൾ തീയും, സ്ത്രീലിംഗം ബഹുവചനമായിരിക്കുമ്പോൾ തീയും ചേർത്താൽ അപൂർണ ഭൂതകാല രൂപം ലഭിക്കുന്നു. കർക്രിയയുടെ പുല്ലിംഗം ഏകവചനം, ബഹുവചനം, സ്ത്രീലിംഗം ബഹുവചനം നമുക്ക് നോക്കാം. കർ, കർത്താത്ത, കർത്തേത്തെ, കർത്തീത്തി, കർത്തീത്തി. ആ, ആത്താത്ത, ആത്തേത്തെ, ആത്തീത്തി, ആത്തീത്തി. ജാ, ജാതാത്ത, ജാത്തേത്തെ, ജാതീത്തി, ജാതീത്തി. പട്, പഠിത്താത്ത, പഠിത്തേത്തെ, പഠിത്തീത്തി, പഠിത്തീത്തി. ല, ലാത്താത്ത, ലാത്തേത്തെ, ലാത്തീത്തി, ലാത്തീത്തി. ഘ, ഘാതാത്ത, ഘാത്തേത്തെ, ഘാതീത്തി, ഘാതീത്തി. ബോൽ, ബോൽത്താത്ത, ബോൽത്തേത്തെ, ബോൽത്തീത്തി, ബോൽത്തീത്തി. നാച്ച്, നാസ്താത്ത, നാസ്തേത്തെ, നാസ്തീത്തി, നാസ്തീത്തി. സോ, സോത്താത്ത, സോത്തേത്തെ, സോത്തീത്തി, സോത്തീത്തി. ഖേൽ, ഖേൽത്താത്ത, ഖേൽത്തേത്തെ, ഖേൽത്തീത്തി, ഖേൽത്തീത്തി. ലിഖ്, ലിഖ്താത്ത, ലിഖ്തേത്തെ, ലിഖ്തീത്തി, लिखती। एक वाक्य देखिए, ഒരു സെന്റൻസ് നോക്കാം. സീത പാട് പഠിത്തി थी.